കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷിനോടും അതുപോലെ തന്നെ അനിയന്മാരോടൊക്കെ വഴക്കുണ്ടാക്കണം. അതായത് നമ്മുടെ സുനന്ദരമ്മ, നിങ്ങളെന്തിനാ ഇവരോട് സംസാരിക്കാതെക്കണേ? അവളെ കാരണത്ത് 4 അടി അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറയും. മാത്രമല്ല നല്ലോണം അടിക്കുന്നുണ്ട് അമ്മ സുനന്ദനെ. അപ്പോൾ നമ്മുടെ സുഭാഷ് പറയും, അമ്മായി സുനന്ദനെ അടിക്കരുത് എന്ന് പറഞ്ഞ് മാറി ബാക്കിലേക്ക് പിടിച്ച് മാറ്റുന്നുണ്ട്. നീ ആരാടാ അത് പറയാൻ? എൻ്റെ മോളെ തല്ലാനുള്ള അവകാശം എനിക്കുണ്ടടാ. എടി കാക്കാശിന് വകയില്ലാതെ 4 അറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഇവൻ്റെ കൂടെയുള്ള ജീവിതം കുറച്ച് നാളുണ്ടാവുള്ളൂ. അതിൻ്റെ സന്തോഷം സുഖമൊക്കെ പിന്നെ നിനക്ക് മനസ്സിലാവൂടി അച്ഛനും അമ്മയായിരുന്നു ശരിയെന്ന് എന്നൊക്കെ പറയുന്നു. ദേ നിങ്ങൾ പോലീസിനെ വിളിക്കുന്നു എന്ന് അമ്മ അങ്ങനെ അച്ഛനോട് പറയുന്നു. അപ്പോൾ അതന്നെ പോലീസിനെ വിളിക്കട്ടെ എന്ന് പറയും ധനശേഖരൻ. അപ്പോൾ ഹരീഷ് പറയും, പോലീസിനെ വിളിക്കും, ഇതിന് മുന്നും കേസ് ഉണ്ടായിട്ടുള്ളതല്ലേ. പോലീസുകാരെ മുന്നിൽ നിങ്ങളുടെ മോൾ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും നിങ്ങൾ അകത്താവുള്ളൂ, പോലീസുകാർ ഇവരുടെ വിവാഹം നടത്തും എന്ന് പറയും. അപ്പോൾ അവർക്ക് ആകെ പേടിയാവും. അങ്ങനെ വീണ്ടും സുഭാഷിനെ തല്ലാൻ പോകണം. അപ്പോൾ സുഭാഷിനെ തല്ലാൻ പോകുമ്പോൾ സുധീഷ് പിടിക്കും. എൻ്റെ ഏട്ടനെ തൊട്ടാൽ നിൻ്റെ കൈ ഞാൻ വെട്ടും, മാമനും അമ്മായിന്നൊന്നും ഞാൻ നോക്കൂല എന്ന് പറഞ്ഞ് പിടിച്ചു ഉന്താണ്. അപ്പോൾ നിധി പറയും, ഒന്ന് നിർത്ത് എന്ന് പറയും. നിങ്ങളൊന്നും മനസ്സിലാക്ക്, സുഭാഷ് ഏട്ടൻ വിളിച്ചിട്ടല്ല സുനന്ദ വന്നത്. അവൾക്ക് നാളത്തെ വിവാഹത്തിന് സമ്മതമല്ലാത്തത് കൊണ്ട് അവൾ സ്വയം ഇറങ്ങി വന്നതാണ്. നിങ്ങൾ നിങ്ങളെ മകളോട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ ഉചിതമായൊരു തീരുമാനത്തിലെത്ത് എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ സുനന്ദ പറയുന്നു, അച്ഛാ എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. അപ്പോൾ അയാൾ സുനന്ദയുടെ മുന്നിൽ ചെന്നിട്ട് ഒറ്റടിയും എന്നിട്ട് പറയും, എടി എൻ്റെ ജീവിതം ഉണ്ട് ഇതോടുകൂടി പോണത്, ജോലി പോകുമോടി, നിനക്ക് വേണ്ടിയിട്ടല്ലേടി ഞാൻ കഷ്ടപ്പെട്ടിന് അവിടെ അന്യനാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ടിട്ട് നിനക്ക് വേണ്ടാന്നാ ആ ചെക്കൻ അവിടുത്തെ മാനേജരല്ലേടി, പിന്നെ എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമോ? അവൻ്റെ കല്യാണമല്ലേടി ഞാൻ കാരണം മുടക്കണത് എന്നൊക്കെ പറയും. ഞാനത് അയാളോട് സംസാരിക്കാം, അയാൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പിന്നീട് ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന്, എന്നാൽ നീ ഞങ്ങളെയും കൂടി മനസ്സിലാക്കി തടീന്ന് പറഞ്ഞ് ലാസ്റ്റ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവണം. കാരണം സുഭാഷ് എനിക്കൊന്നും മിണ്ടണില്ല. ബാക്കി എല്ലാവരും കല്യാണം നടത്താൻ തീരുമാനിച്ച് ഇങ്ങനെ കച്ച കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ സുഭാഷ് ലാസ്റ്റ് അവർക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണ് എന്ന് മനസ്സിലാവണം. അവൻ പറഞ്ഞു, മോനെ സുഭാഷേ, അമ്മാവന് നിന്നോട് 5 മിനിറ്റ് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറയും. വേണ്ടട്ടോ സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് പോണി, ഇയാളെ നാടകവും കണ്ണീരൊന്നും കാണരുതെന്ന് പറയും. അച്ഛനും പറയും, വേണ്ടടാ പോണ്ടടാ എന്ന് പറയും. പക്ഷേ അയാൾ നിർബന്ധിക്കുമ്പോൾ സുഭാഷ് അകത്തേക്ക് കയറിപ്പോവും. ചെന്ന വഴിക്ക് തന്നെ അയാൾ സുഭാഷിൻ്റെ കാലിക്കൽ വീഴും. അമ്മാവ എന്തി കാണിക്കുന്നത്, ഇപ്പം എൻ്റെ പ്രായത്തിനെങ്കിലും നോക്കണ്ടേ, എഴുന്നേൽക്കെന്ന് പറയും. മോനെ നിൻ്റെ കാല് ഞാൻ പിടിക്കാം, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിൻ്റെ പെങ്ങളാണ് ഈ കല്യാണ തലേദിവസം മറ്റൊരാളെ കൂടെ പോയിട്ട് കല്യാണം മുടങ്ങണമെങ്കിൽ നിൻ്റെ അവസ്ഥ എന്താണ് മോനെ? അമ്മാവൻ നിൻ്റെ കാല് പിടിക്കാം, സുനന്ദനെ നീ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിങ്ങനെ കാല് പിടിക്കുന്നു. അങ്ങനെ സുഭാഷ് അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കും. അപ്പോഴത്തേനും വാതിൽ തുറന്ന് അമ്മായിയും വരും. എന്നിട്ട് വാതിലൊക്കെ കൂട്ടിയിട്ടിട്ട് അമ്മായി, മോനെ നീ എൻ്റെ ചേട്ടൻ്റെ മോനാണ്, കാര്യം ശരി, നമ്മൾ ശത്രുക്കളാണ്, പണ്ട കാലം തുടങ്ങി അങ്ങനെയാണ്, പക്ഷെ ഇപ്പം ഞാൻ നിൻ്റെ കാൽക്കൽ വീഴണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കാക്ക വീഴണ്. കാൽച്ചോട്ടിൽ വീണെന്ന് മാത്രമല്ല ആകെ സുഭാഷ് വല്ലാണ്ടാവണം. അവരങ്ങോട്ട് പൊട്ടിക്കരയണ്. അവൾക്കും ചെറിയ കുട്ടീനെ, അവൾക്ക് ബോധമില്ലാത്തതുകൊണ്ട് അവൾ ഇറങ്ങിപ്പോന്നതാണ്. മോനെ അവളെ തിരിച്ചയക്കണം. അതിൻ്റെ മുന്നിൽ ആകെ 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ നീ അവളെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോകുന്നത് വടക്കോട്ട് പോകുന്ന ട്രെയിനിൻ്റെ ഇടയിലേക്കായിരിക്കുള്ളൂ. നാളെ ഒരടിച്ചുകോരിയും ചൂലും കൊണ്ട് നീ വന്ന് അമ്മാവനെയും അമ്മായിനെയും വാരി എടുത്തോളൂ. തെക്കാപ്പുറത്ത് ഒരു ചിതയും കൂട്ടണം. പാമക്കളില്ലാത്തത് കൊണ്ട് നീ തന്നെ വേണം ഞങ്ങളുടെ കർമ്മങ്ങളും കഴിക്കാൻ. ഞങ്ങളെ പുലകുളിയടിയന്തരം കഴിഞ്ഞിട്ടേ നിനക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റൂ. ഇത് അമ്മായി തരുന്ന വാക്കാണ് നിനക്ക്. തീർച്ചയായിട്ടും ഈ വിവാഹം മുടങ്ങി നാട്ടുകാരുടെ മുന്നിൽ തലകുനിച്ച് ഞങ്ങൾ നിൽക്കില്ല. ഇത് തലേ ദിവസം, അതായത് അതുകൊണ്ട് ഉറപ്പായിട്ടും ഞങ്ങൾ ജീവിതം അവസാനിപ്പിക്കും. ഇതിലേത് വേണമെന്ന് മോൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് സുഭാഷിൻ്റെ മുന്നിൽ ഇങ്ങനെ പൊട്ടിക്കരയിന്. സുഭാഷിന് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അച്ഛനും അതുപോലെ തന്നെ അച്ഛനും 2 പേരും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കാല് പിടിക്കിന്. സുഭാഷിന് സ്വാഭാവികമായിട്ടും പാവമായതുകൊണ്ട് തന്നെ മനസ്സലിഞ്ഞ് എന്ത് ചെയ്യാമെന്നറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്നു. പുറത്തുള്ളവരാണെങ്കിൽ നിന്ന് ക്ഷമ കെടും. അപ്പോൾ സുധീഷ് വന്നു കഴിഞ്ഞിട്ട് വാതിലുമ്പോൾ കുറേ മുട്ടും, സുഭാഷ് ഏട്ടാ വാലോർക്ക് നിങ്ങളവിടെ എന്തെടുക്കണ്, എന്താ അതിൻ്റെ ഉള്ളിൽ നടക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുധീഷ് അവരോട് തന്നെ പറയും, പേടിക്കേണ്ട, ടെൻഷനൊന്നും അടിക്കേണ്ടെന്ന് പറയും. അങ്ങനെ സുഭാഷ് ഇരുന്ന് അപ്പോഴത്തേനും അമ്മായിയും അവനൊക്കെ സുഭാഷിൻ്റെ നടുവിലേക്ക് അപ്പുറം ആയിട്ട് ഇരുന്ന് കട്ടിൽ ഇരുന്ന് കരയിന്.
അങ്ങനെ അയാളും പറയും മോനെ നിനക്കറിയാലോ അമ്മാവൻ ഗൾഫിലല്ലേ, ഒരു ഓണവും വിഷുവിന് പോലും അമ്മാവൻ നാട്ടിലേക്ക് വരുന്നില്ല, വരാത്തത് അവൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ സ്വരുക്കൂട്ടി ഉണ്ടാക്കി ഒരു ആഗ്രഹിച്ച് കല്യാണം നടത്തണതാണ്. ഈ കല്യാണം മുടങ്ങിയാൽ നാളെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, അവരെന്നെ അങ്ങോട്ട് സ്വീകരിക്കില്ല, എൻ്റെ ജോലിയും പോകും, എല്ലാം പോകും. നിൻ്റെ സന്തോഷം നിനക്ക് ആലോചിക്കാം, നിനക്ക് ബുദ്ധിയുണ്ടല്ലോ, അവൾക്ക് ബുദ്ധിയില്ലാത്ത കുട്ടിയല്ലേ, നീ പറഞ്ഞാൽ അവൾ കേൾക്കും, ഒന്ന് ഞങ്ങളെ കൂടെ പറഞ്ഞയക്കണം മോനെ എന്നൊക്കെ പറയും. അങ്ങനെ സുഭാഷ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അപ്പം എന്നാ താലി അവിടെ ഇരിക്കുന്നതാണ്, ആ താലി ഇങ്ങനെ എടുക്കും. അപ്പം അച്ഛനും അമ്മ ഇങ്ങനെ പേടിക്കും, എന്നിട്ട് വാല് തുറക്കും. എന്നിട്ട് അവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരും. എന്നിട്ടാ സുഭാഷേട്ടാ അതിൻ്റെ ഉള്ളിൽ സുഭാഷേട്ടൻ എന്നിട്ട് ആലോചിച്ചിരിക്കുന്നത് വേഗം കെട്ടിയേ നേരം പോണെന്ന് എന്ന് ഹരീഷ് പറയും. അതെ ഭാസ്കരനും പറയും, അതെ സമയം പോണു, നീ അവളെ കണ്ണിലേക്ക് താലി പിടിച്ച് നോക്കിക്കാണ്ട് വേഗം കെട്ടടാ എന്ന് പറയും. അങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് താലിയും പിടിച്ചിങ്ങനെ അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പ്രമോയുടെ ഭാഗത്താണെങ്കിൽ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ സുഭാഷ് താലി കെട്ടുന്നില്ല. സുനന്ദന മനസ്സോടെ നെഞ്ച് നീറി വിഷമത്തോടെ ഇങ്ങനെ പറഞ്ഞയക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും സുനന്ദന കാല് പിടിക്കുന്നതും തിരിച്ച് വീട്ടിൽ സുഭാഷിൻ്റെ വീട്ടിൽ സുഭാഷിനെ അവർ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നതും. ഇത്രയും നാൾ സുനന്ദയ്ക്കായിരുന്നു പേടി, ഇപ്പം രണ്ടും കൽപ്പിച്ച് സുനന്ദ വന്നപ്പോൾ ഏട്ടൻ പിന്മാറി. ഇനി സമയമുണ്ട്, ഏട്ടനൊരു എസ് മൂല്യം ഞങ്ങൾ ഇപ്പോൾ പോയി അവളെ കൊണ്ട് കൊണ്ടുവരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒന്നും കേൾക്കാത്ത മട്ടിൽ ഷർട്ടൊക്കെ തേച്ച് മിനുക്കി നിൽക്കുന്ന സുഭാഷിനെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.